ഹലോ, വെൽക്കം ടു മൈ ചാനൽ ഷെറിൻ PSC ടിപ്സ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേരള നവോത്ഥാന നായകന്മാരിൽ ഒരാളായ വൈകുണ്ഠസ്വാമികളെക്കുറിച്ചാണ് പഠിച്ചത്. എല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചട്ടമ്പി സ്വാമികളെക്കുറിച്ചാണ്. കുറച്ചധികം പോയിൻറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നോക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് 1853 ഓഗസ്റ്റ് 25-നാണ്. അദ്ദേഹം ജനിച്ച ഓഗസ്റ്റ് 25-ാം തീയതി കേരളത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ദിനമായിട്ട് ആചരിക്കുന്നു. അദ്ദേഹം ജനിച്ച സ്ഥലം കണ്ണമൂലയാണ്. കണ്ണമൂല. സ്വാമികളുടെ ചെറുപ്പത്തിലെ പേര് കുഞ്ഞൻ പിള്ള എന്നായിരുന്നു. യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. സ്വാമികളുടെ ഗുരുനാഥനായിരുന്ന വ്യക്തി പേട്ടയിൽ രാമൻ പിള്ള ആശാനാണ്. ഫ്യൂഡൽ വ്യവസ്ഥയിലെ അഴിമതിക്കെതിരെ പട്ടിസദ്യ നടത്തിയ വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ. ആധാരം എഴുത്തുകാരനായും സെക്രട്ടേറിയറ്റിലെ കണക്കപ്പിള്ളയായും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൻ്റെ നിർമ്മാണ ജോലിയുമായി ബന്ധപ്പെട്ട് മണ്ണ് ചുമന്നതായി പറയപ്പെടുന്ന പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകൻ കൂടിയാണ് ചട്ടമ്പി സ്വാമികൾ. 1903 ശാസ്താംകോട്ടയിൽ വെച്ച് നടത്തിയ പ്രഭാഷണത്തിലാണ് അയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് സ്വാമികൾ പ്രഖ്യാപിച്ചത്. പലപ്പോഴും PYക്കാണ് ചോദിച്ചിട്ടുണ്ട്. അയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ആര് പറഞ്ഞത്? ചട്ടമ്പി സ്വാമികളാണ് പറഞ്ഞത്. അദ്ദേഹത്തെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യ ആയിരുന്നു. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്ന വ്യക്തിയാണ് തൈക്കാട് അയ്യ. ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരമാണ്. തിരുവനന്തപുരം ജില്ലയിലെ വടിവീശ്വരത്ത് വെച്ചാണ് അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചത്. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യന്മാർ 4 പേരായിരുന്നു. നമുക്ക് നോക്കാം. നീലകണ്ഠ തീർത്ഥപാദർ, തീർത്ഥപാദ പരമഹംസൻ, ശ്രീരാമാനന്ദ തീർത്ഥപാദൻ, ബോധേശ്വരൻ. 4 പേരാണ്. ഒന്നാമത്തെ ആൾ നീലകണ്ഠ തീർത്ഥപാദർ, തീർത്ഥപാദ പരമഹംസൻ, ശ്രീരാമാനന്ദ തീർത്ഥപാദൻ, ബോധേശ്വരൻ. ചട്ടമ്പി സ്വാമികൾ മറ്റൊരു പേരിലും കൂടി അറിയപ്പെട്ടിരുന്നു. ഷൺമുഖദാസൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹം സന്യാസം സ്വീകരിച്ച ശേഷം അറിയപ്പെട്ട പേരാണ് ഷൺമുഖദാസൻ. ചട്ടമ്പി സ്വാമികളെ ഷൺമുഖദാസൻ എന്ന് വിശേഷിപ്പിച്ചത് തൈക്കാട് അയ്യ. അദ്ദേഹത്തിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ച വ്യക്തിയായ തൈക്കാട് അയ്യയാണ് ചട്ടമ്പി സ്വാമികളെ ഷൺമുഖദാസൻ എന്ന് വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ ശ്രീ ഭട്ടാരകൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതും ചട്ടമ്പി സ്വാമികൾ തന്നെയാണ്. സ്വാമികളെ ജനങ്ങൾ സ്നേഹപൂർവ്വം വിശേഷിപ്പിച്ചത് വിദ്യാധിരാജൻ എന്നാണ്. വിദ്യാധിരാജൻ എന്ന് ജനങ്ങൾ ആരെ വിശേഷിപ്പിച്ചു? ചട്ടമ്പി സ്വാമികളെ. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ മാത്രം ഒന്ന് നോക്കാം. അദ്ദേഹം ശ്രീ ഭട്ടാരകൻ എന്നറിയപ്പെട്ടു. ശ്രീ ബാലഭട്ടാരകൻ, സർവവിദ്യാധിരാജ, അതുപോലെ തന്നെ കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, ഷൺമുഖദാസൻ. അപ്പോൾ ഒരു 6 വിശേഷണങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ, സർവവിദ്യാധിരാജ, കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, ഷൺമുഖദാസൻ. ഇതിലേത് ചോദിച്ചാലും ഇതെല്ലാമായി അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ. നമ്മുടെ ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും തമ്മിൽ മീറ്റ് ചെയ്ത വർഷം, അവർ തമ്മിൽ കണ്ടുമുട്ടിയ വർഷം 1882. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമിയും സ്വാമി വിവേകാനന്ദനും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം 1892. എറണാകുളത്ത് വെച്ചാണ് അവർ തമ്മിൽ കണ്ടുമുട്ടിയത്. കൊടുങ്ങല്ലൂരിൽ നിന്നും വിവേകാനന്ദൻ എറണാകുളത്തേക്ക് വന്നത് ചട്ടമ്പി സ്വാമികളെ സന്ദർശിക്കാനായിരുന്നു. അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന് ചിന്മുദ്രയെക്കുറിച്ച് തൃപ്തികരമായ ഒരു വിശദീകരണം നൽകിയ വ്യക്തി കൂടിയാണ് ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹം പക്ഷിരാജനായ ഗരുഡൻ, ഞാനോ വെറുമൊരു കൊതുക്.
അതുപോലെ തന്നെ അദ്ദേഹം ഗരുഡനാണെങ്കിൽ ഞാൻ ഒരു കൊതുകാണ് എന്ന് ചട്ടമ്പി സ്വാമികൾ വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനെ കണ്ടപ്പോഴാണ്. സ്വാമി വിവേകാനന്ദനുമായി കണ്ടുമുട്ടിയപ്പോൾ ആ സമയത്താണ് ചട്ടമ്പി സ്വാമികൾ ഇങ്ങനെയൊരു പ്രസ്താവന പറഞ്ഞത്. എന്ത്? അദ്ദേഹം പക്ഷിരാജനായ ഗരുഡനാണ്, ഞാനോ വെറും ഒരു കൊതുക് എന്ന്. ഇങ്ങനെ ചട്ടമ്പി സ്വാമികൾ വിശേഷിപ്പിച്ചത് ആരെയാണ്? സ്വാമി വിവേകാനന്ദനെയാണ്. അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഞാൻ കണ്ട ഒരേയൊരു മനുഷ്യൻ എന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ചത് ചട്ടമ്പി സ്വാമികളെയാണ്. ശ്രീനാരായണ ഗുരു രചിച്ച നവമഞ്ജരി സമർപ്പിച്ചിരിക്കുന്നതും ചട്ടമ്പി സ്വാമികൾക്കാണ്. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ നമുക്കൊന്ന് നോക്കാം. ഭേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ഛേദനം, ആദിഭാഷ. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഭേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ഛേദനം, ആദിഭാഷ. ഓരോ കൃതി രചിക്കാനുള്ള അതിൻ്റെ സാഹചര്യങ്ങൾ, അതിൻ്റെ അവസ്ഥകൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ആദിഭാഷ എന്ന കൃതി രചിക്കുന്നത് അല്ലെങ്കിൽ അതിൽ പറയുന്നത് മനുഷ്യ സമുദായത്തിൻ്റെ ആദ്യ ഭാഷ തമിഴ് ആണെന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ആദിഭാഷ. അപ്പോൾ ആദിഭാഷ എന്ന കൃതിയിൽ പറയുന്നത് മനുഷ്യ സമുദായത്തിൻ്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ആദിഭാഷ. അദ്ദേഹത്തിൻ്റെ ഈ 5 കൃതികളിൽ ഏറ്റവും വലിയ കൃതിയായി അറിയപ്പെടുന്നത് പ്രാചീന മലയാളമാണ്. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത് ചട്ടമ്പി സ്വാമികളുടെ ഏത് കൃതിയെ പറ്റിയാണ്? വേദാധികാര നിരൂപണം. ചട്ടമ്പി സ്വാമികളുടെ വേദാധികാര നിരൂപണം എന്ന കൃതിയെക്കുറിച്ച് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത് എങ്ങനെയാണ്? തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം. അപ്പം അത്ര തീക്ഷ്ണമായിരിക്കും അല്ലേ ആ ഒരു ബുക്ക്, വേദാധികാര നിരൂപണം. അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതിയായിരുന്നു വേദാധികാരം. അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന എല്ലാ ഡിസ്ക്രിമിനേഷനും എതിരായിട്ട് അദ്ദേഹം രചിച്ചൊരു കൃതിയാണ്. അപ്പോൾ അതിൽ അത്രയധികം ഷാർപ്പായിട്ടുള്ള വേർഡ്സാണ് യൂസ് ചെയ്തിരുന്നത്. അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. മലയാളത്തിലെ ആദ്യ വേദ പഠന ഗ്രന്ഥം കൂടിയാണ് വേദാധികാര നിരൂപണം. ഇനി മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന കൃതി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയായ മോക്ഷപ്രദീപത്തെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ എഴുതിയ കൃതിയായിരുന്നു മോക്ഷപ്രദീപ ഖണ്ഡനം. അതുപോലെ തന്നെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഇന്ത്യയിലെ പ്രവർത്തനത്തെ ശക്തമായി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്തുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ എഴുതിയ കൃതിയാണ് ക്രിസ്തുമത ഛേദനം. ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്ത്യൻ മതത്തിലേക്കുള്ള പരിവർത്തനത്തെ ശക്തമായി എതിർത്ത ഒരു നായകൻ കൂടിയായിരുന്നു ചട്ടമ്പി സ്വാമികൾ. സസ്യഭക്ഷണത്തിൻ്റെ പ്രാധാന്യവും അഹിംസയും പ്രചരിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. അനുകമ്പയാകുന്ന തേൻ കൊണ്ട് നിറഞ്ഞതാകണം മനുഷ്യ മനസ്സ് എന്ന ഉദ്ധരണിയുടെ കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. ഇത് PYQ ആണ്. അനുകമ്പയാകുന്ന തേൻ കൊണ്ട് നിറഞ്ഞതാകണം മനുഷ്യ മനസ്സ് എന്ന ഉദ്ധരണിയുടെ കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഇനി നമുക്ക് അദ്ദേഹം എന്നാണ് മരണപ്പെട്ടതെന്ന് നോക്കാം. 1924 മെയ് 5 പന്മനയിൽ വെച്ചാണ് അദ്ദേഹം സമാധിയായത്. അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലത്ത് ശിഷ്യന്മാർ പണി കഴിപ്പിച്ച ക്ഷേത്രമാണ് ബാലഭട്ടാരക ക്ഷേത്രം. ചട്ടമ്പി സ്വാമികളോടുള്ള ആദരസൂചകമായി സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് 2014 ഏപ്രിൽ 30. 2014 ഏപ്രിൽ 30. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് പഠിക്കേണ്ട കാര്യങ്ങൾ. കുറച്ചധികം കാര്യങ്ങൾ കൂടുതലുണ്ട്. നമുക്കൊന്നും കൂടി സമ്മറൈസ് ചെയ്യാം. ജനിച്ചത് 1853 ഓഗസ്റ്റ് 25-നാണ്. അതുപോലെ തന്നെ കണ്ണമൂല എന്ന സ്ഥലത്താണ് ജനിച്ചത്. ചെറുപ്പത്തിലെ പേര് കുഞ്ഞൻ പിള്ള എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ പേട്ടയിൽ രാമൻ പിള്ള ആശാനാണ്. ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കെതിരെ അദ്ദേഹം പട്ടിസദ്യ നടത്തി. ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലെ കണക്കപ്പിള്ളയായി ജോലി ചെയ്തു. അതുപോലെ തന്നെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് നിർമ്മാണ ജോലിയുമായി ബന്ധപ്പെട്ട് മണ്ണ് ചുമന്നതായി പറയപ്പെടുന്ന പരിഷ്കർത്താവാണ് അദ്ദേഹം. ശാസ്താംകോട്ടയിൽ വെച്ച് നടത്തിയൊരു പ്രഭാഷണത്തിൽ അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യയായിരുന്നു. അദ്ദേഹത്തിന് ജ്ഞാനോദയം
ലഭിച്ച സ്ഥലം വടിവീശ്വരമാണ്. അദ്ദേഹത്തിന് പ്രധാനമായി 4 ശിഷ്യന്മാരാണ് ഉണ്ടായിരുന്നത്. ഷൺമുഖദാസൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു. അദ്ദേഹത്തെ ഷൺമുഖദാസൻ എന്ന് വിശേഷിപ്പിച്ചത് തൈക്കാട് അയ്യയാണ്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ, സർവ്വവിദ്യാധിരാജ, കാഷായം ധരിക്കാത്ത സന്യാസി, കവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നെല്ലാം അറിയപ്പെട്ടു. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിനെയും സ്വാമി വിവേകാനന്ദനെയും പറ്റി ഇവർ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം ഗരുഡനാണെങ്കിൽ ഞാൻ ഒരു കൊതുകാണ് എന്ന് ചട്ടമ്പി സ്വാമികൾ വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനെയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഞാൻ കണ്ട ഒരേയൊരു മനുഷ്യൻ എന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ചത് ചട്ടമ്പി സ്വാമികളെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമതചേതനം, ആദിഭാഷ. അതുപോലെ തന്നെ അനുകമ്പയാകുന്ന തേൻകൊണ്ട് നിറഞ്ഞതാകണം മനുഷ്യ മനസ്സ് എന്ന ഉദ്ധരണിയുടെ കർത്താവ് ചട്ടമ്പി സ്വാമികളാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലത്ത് പണികഴിപ്പിച്ച ക്ഷേത്രമാണ് ബാലഭട്ടാരക ക്ഷേത്രം. അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2014 ഏപ്രിൽ 30-നാണ്. അപ്പോൾ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതികളും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അദ്ദേഹത്തിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം. അപ്പോൾ നമ്മളത് നന്നായി കേട്ട് പഠിക്കുക. പുതുതായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.